നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തൃശൂർ സെന്ററിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിച്ചു. പ്രസിഡന്റ് തോമസ് തോലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സജീവ് CK, ട്രഷറർ സരോജ വിൽസൺ, വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ മേനോൻ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ TK ആന്റണി, സെൻട്രൽ കൗൺസിൽ മെമ്പർ ഗോപകുമാർ മേനോൻ, വോളണ്ടിയർമാരായ ജിജി കുരുവിള, ഉഷ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. നഴ്സുമാരായ ജിനി, മിനി, സുനിത, സരിത എന്നിവരെ ക്യാഷ് അവാർഡ് നൽകി വോളണ്ടിയർ മേരി ടീച്ചർ ആദരിച്ചു. ആൽഫ മാള സെന്ററിന്റെ പ്രതിമാസ യോഗം നാളെ രാവിലെ 10 മണിക്ക് സെന്ററിൽ ചേരും. സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതിനാൽ എല്ലാ അംഗങ്ങളും കൃത്യസമയത്ത് നിർബന്ധമായും പങ്കെടുക്കണമെന്ന് സെക്രട്ടറി ലിസി ജോണി അഭ്യർത്ഥിച്ചു. ആൽഫ കുട്ടനാട് സെന്ററിന്റെ വിവിധ അവലോകന യോഗങ്ങൾ നാളെ സെന്ററിൽ നടക്കും. മെഡിക്കൽ ഡയറക്ടർ, കമ്മ്യൂണിറ്റി ഡയറക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ രാവിലെ 9:30 പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. 10 മണിക്ക് സ്റ്റാഫും പ്രധാന ഭാരവാഹികളുമായുള്ള ചർച്ചയും 11:30 എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗവും ചേരും. സെന്റർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ റീഹാബിലിറ്റേഷൻ പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ വിശദീകരണവും അവലോകനവും നടക്കുമെന്ന് പ്രസിഡന്റ് ചന്ദ്രമോഹൻ, സെക്രട്ടറി കൊച്ചുമോൻ എന്നിവർ അറിയിച്ചു. ആൽഫ തിരുവല്ല സെന്റർ അവലോകന യോഗം നാളെ നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന യോഗത്തിൽ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ചന്ദ്രമോഹൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പുതിയ വർഷത്തിൽ നടപ്പാക്കേണ്ട വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്യും. ആൽഫ എടത്തിരുത്തി ലിങ്ക് സെന്റർ പ്രവർത്തന ഫണ്ടിലേക്ക് മുൻ വോളണ്ടിയർ പരേതനായ മേനോത്ത് രവീന്ദ്രദാസിന്റെ അനുജൻ രാജീവിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ 10,000 രൂപയും എയർബഡും മറ്റ് അനുബന്ധ സാധനങ്ങളും സംഭാവന നൽകി. ലിങ്ക് സെന്റർ പ്രസിഡന്റ് പ്രതാപൻ മേനോത്തും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.